വീഡിയോക്ക് ഒരു ഇമ്പാക്ട് കിട്ടുള്ളൂ. നമ്മളെ ഏറ്റവും ലാസ്റ്റ് ആണെന്നോ ഉദ്ദേശം ട്രെൻഡ് കാണാത്തവരാണെങ്കിലാ ട്രെൻഡ് കണ്ടിട്ടുണ്ടാവും എല്ലാരും. മുറുക്കെടുത്ത് ട്രെൻഡ് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ എല്ലാവർക്കും. ഇതെല്ലാവർക്കും അറിയാന്ന് നീ വിചാരിക്കേണ്ട ആവശ്യമില്ല. ആണോ? നിന്റെ അമ്മ കണ്ടിട്ടുണ്ടോ? ഇല്ല. അതിന്റെ മസാല ഒന്ന് റെഡിയാക്കാം പ്ലീസ്. വെച്ചേട്ടത് ആണോ? ഒരു വീഡിയോ എടുക്കാം. കഴിക്കോ? മുറുക്ക് കഴിക്കോ? നിങ്ങളിത് എത്ര പേര് കണ്ടിട്ടുണ്ട്? നമ്മുടെ ഈ മുറുക്കിന്റെ ഒരു സംഭവം മിക്ക ആൾക്കാരും ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളെ ഏറ്റവും ലാസ്റ്റ് ആണെന്ന് തോന്നുന്നു എന്താണോ നമ്മളെ ഏറ്റവും ലാസ്റ്റ് ആണെന്ന് തോന്നിട്ട് ഉണ്ടാക്കുന്നത്. കാരണം എപ്പ യൂട്യൂബ് തുറന്നാലും ഇതാണ്. കാരണം ഇതിന്റെ ട്രെൻഡ് കഴിഞ്ഞു. പിന്നെ നമ്മളെപ്പോലെ കുറച്ചാരെങ്കിലും ഒക്കെ ഉണ്ടാവൂലേ. പിന്നെ എന്താന്ന് വെച്ചാൽ ഇത് ഉണ്ടാക്കാൻ തോന്നിയത് എന്താന്ന് വെച്ചാൽ അവരൊക്കെ കഴിക്കണോ നമുക്ക് കൊതിയാവുക. പിന്നെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണല്ലോ. അപ്പൊ ഞങ്ങൾ ഉണ്ടാക്കി നോക്കിയതാണ് കേട്ടോ. കഴിച്ചു നോക്കാം. ഇത് ഏതോ ഒരു സ്ഥലത്തെ പലഹാരമാണെന്നാണ് പറയണത്. ഇതെങ്ങനെ ഉണ്ടാക്കിയത് നിങ്ങളൊന്ന് കണ്ടിട്ട് വരൂ കേട്ടാ. കണ്ടിട്ട് വരട്ടെ അവര്. ട്രെൻഡൊക്കെ പോയി കിടക്കണ ഒരു സംഭവം ഉണ്ട്. ഈ നമ്മളെ മുറുക്കില് ഇങ്ങനെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സംഭവം. ട്രെൻഡൊക്കെ പോയി. ഇതിന്റെ ട്രെൻഡൊക്കെ പോയി മിക്കവരും ഉണ്ടാക്കി കഴിഞ്ഞു. പക്ഷെ എന്തോ ഇപ്പോഴും ആ വീഡിയോ കാണുമ്പോൾ ഉണ്ടാക്കി കഴിക്കാൻ ഭയങ്കര കൊതിയാവുന്നു. അപ്പൊ ഞാനും വാങ്ങി ഇതുപോലത്തെ ഒരു മുറുക്ക്. അപ്പൊ നമുക്ക് ഉണ്ടാക്കിയാലോ? എല്ലാവർക്കും അറിയായിരിക്കും മുറുക്ക് ഉണ്ടാക്കാൻ എന്താ ഉദ്ദേശം. ട്രെൻഡ് കാണാത്തവരാണെങ്കിലാ ട്രെൻഡ് കണ്ടിട്ടുണ്ടാവും എല്ലാരും. എന്താ ചെയ്യണെന്ന് പറയണി? മുറുക്ക് ഇടും നമ്മള്. മുറുക്കിലേക്ക് നമ്മള് ഈന്തപ്പഴം, മുളക് പൊടി. അത് പറ. വെറുതെ മുറുക്കെടുത്ത് ട്രെൻഡ് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് അറിയാലോ എല്ലാവർക്കും. പിന്നെ ഇത് എന്താ ഉണ്ടാക്കാൻ പോണെന്ന് പറയാ. ഇതിന്റെ പേരെന്താ? മസാല എനിക്ക് അറിയില്ല. ഇത് ഏതോ ഒരു സ്ഥലത്ത് ഉണ്ടാക്കണ ഒരു മുറുക്കാണ്. ആണോ? ഇത് ഉള്ളതാണിത്. പാലക്കാടാ. അന്ന് ഇത് പൊട്ടിച്ചിട്ട് ഇപ്പൊ പൊട്ടിച്ചിട്ടാൻ പോവാണ്. ചേട്ടനല്ലേ പറഞ്ഞത് ഉണ്ടാക്കിയിട്ട് പൊട്ടിച്ചിട്ടാ മതി, അപ്പളെ വീഡിയോക്ക് ഒരു ഇമ്പാക്ട് കിട്ടുള്ളൂ. അല്ല, നീയല്ലേ പറഞ്ഞത് എന്തെന്നാ ഇത് ഇമ്പാക്ട് അല്ല ഇമ്പാക്ട് നീയല്ലേ പറഞ്ഞത് ഇത് അതിന്റെ മസാല ഒന്ന് റെഡിയാക്കാം പ്ലീസ്. അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മൾ ഇത് മുറുക്കിലേക്ക് കുറച്ച് സാധനങ്ങൾ അരച്ച് ചേർക്കലാണ്. ഇതിന്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ നമ്മൾ ഈന്തപ്പഴമാണ് ഇതിന്റെ മെയിൻ വേണ്ടത്. ഈന്തപ്പഴം കുറച്ച് മതി. അത് കുഴപ്പമില്ല. അയ്യോ, ഒരു പൂത്ത മണം. എന്താ കഴുകണോ? കഴുകിയിട്ടിടാല്ലേ വേണം. അച്ഛൻ പോയ എല്ലാ സ്ഥലത്തും അച്ഛനെ പറ്റിക്കും ഇങ്ങനെ ആളുകളെ. ഡേറ്റ് നോക്കട്ടെ. 14/7/2026 ഏപ്രിൽ വരെ ഉപയോഗിക്കാം. ഏപ്രിൽ അല്ല, 7ാം മാസം ഏപ്രിൽ അല്ല, ബർത്ത്ഡേയുടെ കാര്യം ഓഗസ്റ്റ്. അപ്പൊ കഴുകണമെന്നില്ല കേട്ടാ. ഓഗസ്റ്റ് ആണ്. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂലൈ. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ. ജൂലൈ പോയി പഠിക്കണോ മാസമൊക്കെ. ഇത്രയും മതി തോന്നുന്നു. അല്ല, കുറച്ചും കൂടി ഇടാം. നമ്മൾ ഇത്ര റിച്ച് അല്ലേ. ഇതുപോലെ കുരു കളഞ്ഞു. കുരു ഇട്ടിട്ട് ഈന്തപ്പഴം കളഞ്ഞു. ഇത്രയും മതിയടി, കുറച്ചും കൂടി എടുക്കടി. നല്ല ഈന്തപ്പഴം. അച്ഛൻ എന്നോട് ചോദിച്ചു പഴയ ഈന്തപ്പഴം വേണോ പുതിയ ഈന്തപ്പഴം വേണോ. പഴയതെന്ന് വെച്ചാ പഴയ കാലത്ത് ഇങ്ങനെ ഒട്ടിപ്പിടിക്കണ ഈന്തപ്പഴം ഇല്ല. അവന് അത് വേണ്ട. ഞാൻ ഇടക്ക് അങ്ങനെ ഇതെത്ര പോരെ ഈന്തപ്പഴം. അപ്പൊ ഇതുപോലെ ഇട്ടിട്ടുണ്ട്. കുറെ മധുരമൊന്നും വേണ്ട. പിന്നെ എല്ലാവർക്കും അറിയുന്ന പോലെ. ഇതെല്ലാവർക്കും അറിയാന്ന് നീ വിചാരിക്കേണ്ട ആവശ്യമില്ല. അറിയാത്ത ആളുകളൊക്കെ. ആണോ? നിന്റെ അമ്മ കണ്ടിട്ടുണ്ടോ? ഇല്ല. അമ്മ കണ്ടിട്ടുണ്ടാവും. ചിലപ്പോ അമ്മ കണ്ടിട്ടുണ്ടാവും. മുളക് പൊടി, അതിനുശേഷം പഞ്ചസാര, ചായപ്പൊടി,
കുറച്ച് മതി കേട്ടോ. ഇതാ കുറച്ച് പഞ്ചസാര, ഒരു നുള്ളുപ്പ്, ഒന്ന് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ. ഇത് എൻ്റെ ഐഡിയ ആണ്. പിന്നെ ഇതിൽ വേണ്ടത് നാരങ്ങ. ഇതാട്ടോ നാരങ്ങ. ഇതുണ്ട്, എടുത്താലാ മുറിച്ചു വെച്ചത്. ഫ്രഷ് എടുക്കുക. ഇപ്പൊ ഫ്രഷ് ആണത്. ചിക്കൻ എന്താ ചെയ്യാൻ എടുത്തതാ ഞാൻ. എന്താ കുരു കളയണേ. കുരു ഇല്ലതാ. നാരങ്ങ, കുറച്ച് നാരങ്ങ. ഇതിന്റെ അകത്ത് കുരു ഉണ്ടടി. നോക്കിയെടുക്ക്. കാണിച്ചു തന്നാലോ? കാണിച്ചു തന്നാ തനിക്ക് കാഴ്ചയുണ്ടെന്ന് ഞാൻ പറയും. അത് ഈന്തപ്പഴത്തിന്റെ ആണ്. ഓ, കുറച്ച് വെള്ളം. എടി ഞാൻ ചോദിക്കണതേ, ഇത് വീഡിയോക്ക് വേണ്ടി ആരെങ്കിലും ഉണ്ടാക്കിയതാണോ അത് ഉണ്ടെന്നാ പറയാ. ഏതൊരു വീഡിയോയില് പറയണുണ്ട് ഇത് ഏതൊരു സ്ഥലത്തെ പലഹാരമാണെന്ന്. ആണോ? അതിന്റെ പേരെന്താ? അതെനിക്കറിയില്ല കേട്ടാ. ഈ ബൺമസ്ക വന്നപ്പോ ചിലവർക്കൊക്കെ അങ്ങനത്തെ വേറൊരു സ്ഥലത്ത് ഉണ്ടായതല്ലേ. പക്ഷെ ചില ആൾക്കാർക്ക് അറിയില്ല. ടേസ്റ്റ് ഉണ്ടാന്ന് നോക്കാം, എന്നിട്ട് വെള്ളം ഒഴിക്കും. വെള്ളം വേണം, വെള്ളം പോലെ ഇരിക്കണം. ആണോ? കൊറച്ച് ലൂസാണിത്. കൊള്ളില്ലേ? ഇച്ചിരി എരിവൊക്കെ ഉണ്ട്. എന്നുവെച്ചാ ഇത് മിക്സ് ചെയ്യണമല്ലോ. പൊട്ടിച്ചിടാ, എല്ലാരും വാങ്ങോ. ഇത് ഇടുകയാണ് കേട്ടോ പാത്രത്തിലേക്ക് നമ്മള്. നല്ല നുറുക്കാണ്. ഓക്കെട്ടാ. കുറച്ചും കൂടി ഒഴിക്കണോന്ന് തോന്നുന്നുണ്ട്. ഒഴിക്കാൻ എന്താ ചെയ്തോട്ടെ, ഇങ്ങനെ തിരിച്ചു പിടിക്കാം. നമ്മുടെ മുളക് പൊടിക്ക് കുറച്ച് കാശ്മീരി ആണെങ്കിൽ ഇത്തിരി കളർ കുറവാണ്. എന്താണെന്നറിയില്ല, അതുകൊണ്ടാണ് ഭയങ്കര ചുമന്നിരിക്കാത്തത്. വീഡിയോയിൽ എങ്ങനെയാന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടാ. അപ്പൊ എങ്ങനെയുണ്ട്? വളരെ സിമ്പിൾ അല്ലേ ഉണ്ടാക്കാനായിട്ട്. അപ്പൊ ഞാൻ ടേസ്റ്റ് പോലും ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെ തന്നെ നമ്മള് ഇപ്പോഴാണ് കേട്ടോ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോണത്. മണമൊന്നും എനിക്ക് അങ്ങനെ തോന്നണില്ല. പിന്നെ ഭയങ്കര മുറുക്കൊന്നു സോഗിയായ പോലെ തോന്നണുണ്ട്. കഴിച്ചു നോക്കാം. എനിക്ക് എനിക്ക് നമ്മൾ ഉണ്ടാക്കിയ ഒരു സംഭവം ഉണ്ടാക്കിയപ്പോ തോന്നുന്നു ചാട്ട് പോലെ. മുറുക്കാണെങ്കിൽ ഒന്ന് സോഫ്റ്റ് ആയി. അതായത് ഭയങ്കര ഹാർഡായിട്ട് ചില ആൾക്കാർക്ക് കഴിക്കാൻ പറ്റൂലല്ലോ. നാരങ്ങ കുറച്ച് വേണമായിരുന്നു, പിന്നെ എരിവ് കുറച്ചും കൂടി വേണമായിരുന്നു. പിന്നെ എരിവൊന്നും ആദ്യം അങ്ങനെ ഇടണില്ലായിരുന്നു. ഇത് അങ്ങനെ ഒന്നും തിന്നാൻ പറ്റൂല. പക്ഷെ നിങ്ങൾ കഴിച്ചോണ്ടിരിക്കോട്ടെ ഈ സാധനം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ. കഴിക്കോ? മുറുക്ക് കഴിക്കോ? ഇതൊരു പ്രത്യേക രീതിയിൽ ഉണ്ടാക്കിയതാ. മുറുക്ക് മേടിച്ചിട്ട് ഈന്തപ്പഴം ഇട്ടുണ്ട്. അപ്പൊ ഞങ്ങള് ഇനിയിപ്പൊ കഴിക്കേണ്ടതായിട്ട് എല്ലാവർക്കും കൊടുക്കണ്ടേ. ഞങ്ങൾ ഇതിന്റെ കൂടെ തന്നെ വേറെ 2 സംഭവങ്ങളും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞങ്ങളുടെ തന്നെയുള്ള ഒരു ഐഡിയയിൽ ഉണ്ടാക്കിയത്. എങ്ങനെ ഉണ്ടാവും അപ്പൊ നിങ്ങൾ അതും ഒന്ന് കണ്ടിട്ട് വായോ കേട്ടാ. എങ്ങനെയുണ്ട്? അപ്പൊ കണ്ടില്ലേ, നമ്മളെ മിക്സറും കപ്പലണ്ടിയും കൂടെ ട്രൈ ചെയ്തിട്ടുണ്ടായി. ഇതങ്ങനെ ആരും ചെയ്ത് കണ്ടിട്ടില്ല. ഇത് ഞങ്ങൾക്ക് അപ്പ തോന്നിയൊരു എന്താ പറയുക, അപ്പ തോന്നിയൊരു ഐഡിയ അല്ലേ. അതാണ് നമ്മളിവിടെ ചെയ്യാൻ വേണ്ടി പോണത്. കാണാൻ പറ്റുമോ? ചെയ്തിട്ടും കാണിച്ചത്. എനിക്ക് ഈ മിക്സർ ഉണ്ടാക്കിയപ്പോ സത്യം പറഞ്ഞ ഈ പാനിപ്പൂരി, ബേൽപൂരി, മസാലപ്പൂരി എനിക്ക് അതുപോലെ തോന്നി. ഒരു ചാട്ട് പോലെ മിക്സറൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയേക്കണോട്ടാ.
ഇല്ലേ? എനിക്ക് ഇതിനെക്കാട്ടും ഇഷ്ടപ്പെട്ടത് ഇതാ. എനിക്കും ആ പൊളി സാധനം ഉണ്ടാ. ഇത് കപ്പലണ്ടി, മസാല കപ്പലണ്ടി, പാനിപ്പൂരി, ബേപ്പ്, മലാപ്പൂരി. മസാല കപ്പലണ്ടി ആട്ടെ. ഇത് സേതുവേട്ടന്റെ ഇഷ്ടത്തിന് എന്ത് വാങ്ങണം. മൂന്നാമത്തെ ഐറ്റം 3 ഐറ്റം ആവാന്ന് വിചാരിച്ചല്ലേ. കപ്പലണ്ടിയാണ്. ഇത് കഴിച്ചു നോക്കിയേ, കൈ കാണിക്കേ. ഇത് മിക്സർ. എന്റെ മക്കളെ ഓരോ പരീക്ഷണം. യൂട്യൂബ് ഉണ്ട് എനിക്ക്. ഇതെനിക്ക് ഇഷ്ടമായി കേട്ടാ. സത്യം പറയാല, എനിക്ക് മുറുക്കിനെക്കാളും കൂടുതൽ ഇഷ്ടമായത്. നീ ഇത് കമത്തി വെച്ചിട്ട് അതിങ്ങനെ തന്നെ എടുത്തു വെച്ചാ? ഇല്ല, കമത്തിയല്ല വെച്ചത്, ഇങ്ങനെ വെച്ചത്. അതെല്ലാത്തിനും വഴക്ക. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചാലറിയാം. ശ്രദ്ധിക്കൂല. ശ്രദ്ധിക്കണം അല്ലേ? കൊറച്ചാ പെണ്ണിന് എടുത്തു വെച്ചേക്കും. ആരുണ്ടാക്കാൻ? കപ്പലണ്ടി മാത്രം എനിക്ക് അത്ര പിടിച്ചില്ല കേട്ടാ. കപ്പലണ്ടിനെക്കാട്ടിയും എനിക്ക് തോന്നേ ഇതിനെക്കാട്ടിയും മിക്സറാ. ഇത് ചിലപ്പോ അവര് കഴിക്കണ്ട അവിടെ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ. ഓ, നമ്മള് കണ്ടോ, നമ്മള് നുറുക്ക് മാത്രം കണ്ടോ. എന്തെന്നാ ഇതിന്റെ പേര് നുറുക്കിന്റെ? അറിയില്ല, ഞങ്ങള് നോക്കിട്ട് വേണമെങ്കിൽ കൊടുക്കാം. എന്നാ കൊടുക്കട്ടെ പേര് കറക്റ്റ്. കപ്പലണ്ടി അത് മസാല ചെയ്തോണ്ടാണോന്നറിയില്ല. എനിക്ക് അവിടെ ഒരു കോൺഫ്ലെക്സ് പോലത്തെ ഒരു സാധനം ഇരിക്കുന്നുണ്ടായി. അത് മേടിച്ചാലാന്ന് എന്റെ മനസ്സിലുണ്ടായി. മുറുക്കിനേക്കാളും എനിക്ക് കൂടുതൽ ഇഷ്ടമായത് ഇതാണ്. മിക്സർ കുറച്ചും കൂടി ഉണ്ടാക്കാം. മിക്സർ ഞാൻ പറയണ വെച്ചാലേ കപ്പലണ്ടി ഇല്ലാത്ത മിക്സർ വാങ്ങണം. മുറുക്ക് എനിക്ക് അത്ര മിക്സർ എന്നപ്പോഴേ ആരാ ഇഷ്ടമാണ്. ഞങ്ങളൊന്ന് വീഡിയോ എടുക്കണപ്പോ ചേച്ചിതേ ചേച്ചി അവിടെ ഞാനും വരട്ടെ നോക്കുന്നുണ്ട് കേട്ടാ. വന്നുണ്ട്, സുന്ദരിയായിട്ടാ വന്നത്. അതാണ് ഞാൻ വരട്ടെ എന്നൊക്കെ ചോദിക്കണേ. ദേജി ചോദിച്ചേട്ടൻ അങ്ങനെ ഈ ചെറിയ വ്ളോഗ് ഫാമിലി വ്ളോഗായിട്ട് മാറിയിരിക്കുകയാണ്. ഞങ്ങളുടെ ചാനലിലെ ഫസ്റ്റ് കൊളാബാണ് ചേച്ചിയുടെ. എന്താണ് ഒരു ചേച്ചിക്കും ഉണ്ട് ചാനലിൽ. എന്നിട്ടാ പറഞ്ഞു ഏത് ചാനലാണ്? എന്റെ ചാനലിന്റെ പേര് ജയാസ് വ്ലോഗ്. അത് തന്നെ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അത് തന്നെ, സപ്പോർട്ട് ചെയ്യുക. കൊളാബ് എന്റെ അനിയനും നാഥുനും ഇവരെ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങള് മുറുക്കി ഉണ്ടാക്കിയതാ. എടുക്ക് ജിജോനെ കാണിക്കണോണ്ട് കുഴപ്പമുണ്ടോ? ഇവിടേക്ക് ഞങ്ങളൊരു സാധനം ഉണ്ടാക്കിയതാ. കഴിച്ചു നോക്കിയേ. അല്ല, മുറുക്കില് ആഡ് ചെയ്തതാ സാധനങ്ങള്. നീ അങ്ങോട്ട് കുറച്ചും കൂടെ അടുത്ത്. അത് കഴിച്ചു നോക്കിയേ. ഇതൊരു നമ്മുടെ മിക്സർ, ഈ ചാട്ട് ഐറ്റത്തിന്റെ ഒരു ടേസ്റ്റ് വരുന്നത്. നോക്കിട്ട് പറയാം. അമ്മമ്മക്കും കൊടുത്തേങ്ങള്. ഏതാ ഇഷ്ടമായതെന്ന് പറ. ചേട്ടനും കൊടുക്ക്. ആ മിക്സർ എടുത്തോ, ഫിനിഷ് ചെയ്തോ? ഇനി ആണല്ലേ. ചേച്ചിക്ക് കപ്പലണ്ടി മിക്സർ ഇഷ്ടമായത്, മുറുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ജിജാ ചേട്ടൻ എങ്ങനെയാണോ? ആണോ? അത് തന്നെ. എനിക്കിത് ഇഷ്ടപ്പെട്ടു. എനിക്കിതും കപ്പലണ്ടി ഇഷ്ടപ്പെട്ടില്ല. ആണല്ലേ. എടുത്തോ, ഏതാ ഇഷ്ടം ചോദിച്ചോണ്ട് എടുത്തോ. ഇഷ്ടമാണെങ്കിൽ എല്ലാം എടുത്തോ.
കഴിച്ചോ ചേട്ടാ? ഇങ്ങോട്ട് നീ നല്ലവരും കിട്ടുമോ? കിട്ടണം, കിട്ടും. ഞാൻ പിന്നെ കിട്ടണുണ്ടാ? ബാക്കി പറഞ്ഞോ. ബാക്കി പറഞ്ഞോ. അപ്പൊ ചേച്ചിക്ക് ഏതാ ഇഷ്ടപ്പെട്ടത് പറഞ്ഞേ? എനിക്ക് കപ്പലണ്ടി. കപ്പലണ്ടിയാണ്. ഞാൻ കപ്പലണ്ടിയുടെ ആളാണ്. എനിക്ക് ഇഷ്ടമാണ് കപ്പലണ്ടി. അപ്പൊ അതിലൂടെ മസാല കൂടി ചേർത്തപ്പോ അടിപൊളിയായിട്ട്. ജിജോ ചേട്ടനോ? എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഒട്ടും അത്ര മാച്ചിങ് പോരാതെ തോന്നിയത്. പക്ഷെ ഇതാണ് ശരിക്കും അവരുടെ എവിടെയാണ് ഇത് സാധനം? എനിക്കറിയില്ല, ഏതോ സ്ഥലത്തെ അവര് സംഭവമാണ്. സ്ഥിരം പക്ഷെ എല്ലാരും ഉണ്ടാക്കുന്നതാണ്. ഉണ്ടാക്കുന്നത് നമ്മളെ പഴംപൊരി എന്നൊക്കെ പറഞ്ഞ പോലെ അവിടുത്തെ ഒരു ഫേമസ് സ്നാക്കാണ്. ഈന്തപ്പഴം കഴിച്ചോ? നമ്മള് കോട്ടിങ് അധികം ഇല്ല ഇതിനകത്ത്. ചാറ്റ് ഉണ്ടാക്കി ഞങ്ങള് ടേസ്റ്റ് ചെയ്ത്, ഞാൻ ജിജോയെ ടേസ്റ്റ് ചെയ്ത് നല്ല സൂപ്പറായിരുന്നു. അയ്യോ ഓണാക്കിയിട്ടില്ലല്ലോ. മറ്റേ ആള് എന്തുണ്ട് പിന്നെ വിശേഷം? ഉണ്ടാക്കണുണ്ട് ചവറ് പോലെ. അപ്പൊ വീഡിയോ എന്ന് പറഞ്ഞ അതെല്ലാം മറന്നു, ഞങ്ങളുടെ ചാനൽ ഞങ്ങള് മറന്നു. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ബൈ ബൈ. അങ്ങനെ ചേച്ചി ഇതുവരെ എന്റെ വ്ലോഗിൽ വന്നിട്ടില്ല. ഞാൻ ഓർത്തത് വെൽ ഡ്രസ്സിലാണ്. അതാണ് വന്നത്. നല്ല ഭംഗിയുണ്ട് പക്ഷേ ഈ ഡ്രസ്. ജലലക്ഷ്മി ആണോ? കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എന്റെ ഫ്രണ്ട്സിനെ